ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന കുറച്ച് ടിപ്സും ട്രിക്സും അതിന് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം പ്രതീക്ഷിക്കുന്നു. കൂടാതെ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ ഞാൻ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ഐഡിയാസും ട്രിക്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആര്യ വർക്ക് അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നോർമൽ നീഡിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇത് വെച്ച് അത്യാവശ്യം ഒരു ഇൻകം ഞാൻ വീട്ടിലിരുന്ന് തന്നെ ഏൺ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാമിൽ മോക്ഷി ഡിസൈൻ എന്നൊരു പേരിന് പേജ് ഉണ്ട്. അപ്പം പുറത്തേക്ക് ബ്രൈഡൽ ബ്ലൗസും ഒരുപാട് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നോർമൽ നീഡിൽ ഉപയോഗിച്ചിട്ട് തന്നെയായിട്ട് ഓൾമോസ്റ്റ് എല്ലാ വർക്കും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട സംഭവങ്ങൾ നമ്മുടെ ബീഡ്സ് ആണ്. ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ബ്രൈഡൽ ബ്ലൗസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ചെറിയ ബീഡ്സും കാര്യങ്ങളൊക്കെ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നീഡിൽ നമ്പർ 10ഉം 9ഉം ആണ്. ഈ രണ്ട് നീഡിൽ യൂസ് ചെയ്താൽ ഏറ്റവും ചെറിയ ബീഡ്സ് ആയിട്ടുള്ള ഷുഗർ ബീഡ്സ് ഒക്കെ നമുക്ക് അതിൽ കൂടെ കടക്കാൻ പറ്റും. ആ ബീഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എല്ലാ വർക്കും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ബീഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്യണമെന്ന് ഉള്ളവരുടെ കയ്യിൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു ഐറ്റമാണ് നീഡിൽ നമ്പർ 9. 10ഉം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ടും യൂസ് ചെയ്താൽ എല്ലാ ബീഡ്സും അതിൽ കൂടെ എൻ്റർ ആവും. അപ്പോൾ ഈ രണ്ട് ബീഡ്സ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണം. പിന്നെ ഒരു എക്സ്ട്രാ കുറച്ചും കൂടി വലിപ്പമുള്ളൊരു നീഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ബീഡ്സൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നീഡിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള ബീഡ്സുകൾ നിങ്ങളെപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കണം. നമ്മൾ ചെയ്യുന്ന വർക്കിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ഇതുപോലെ ആൻറ്റിക് കളറിലുള്ള ഷുഗർ ബീഡ്സ്, ഇതുപോലെ ഗോൾഡൻ റൗണ്ട് ബീഡ്സ്, അതിൻ്റെ തന്നെ പല ഷേപ്പിൽ വരുന്നത് കട്ട് ബീഡ്സ്, സീക്വൻസ് ഒക്കെ വെച്ചിട്ടാണ് നോർമലി ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എപ്പോഴും ഞാൻ സ്റ്റോക്ക് ഒരുപാട് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാണ് ഞാൻ വലിയ പാക്കറ്റ് വാങ്ങും. എന്നിട്ട് ഇതുപോലുള്ള ഒരു ബോക്സിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും. എനിക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊരു ബോക്സ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, നിങ്ങൾക്ക് ഇതുപോലെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊരു അടപ്പുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കത് അടച്ചും വെക്കാം. നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ. പിന്നെ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണണം, സ്കിപ്പ് ചെയ്യാതെ. എങ്ങനെയാണ് എംബ്രോയ്ഡറി ഫ്രെയിമിൽ തുണി വെക്കുന്നത്, പിന്നെ എങ്ങനെ തുണി പിന്നി പോവാതൊക്കെ നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രെഡ്സ് ആണ്. നമ്മൾ നോർമൽ നീഡിൽ വെച്ച് ചെയ്യുന്ന ഏത് ബീഡ്സ് വർക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ സ്യൂയിങ് ത്രെഡാണ്. നമ്മൾ ഏത് കളർ ക്ലോത്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ സെയിം കളർ ത്രെഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ത്രെഡ് എപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ പഴയ സ്റ്റോക്കൊക്കെ ആണെങ്കിൽ അത് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടി പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ത്രെഡ് മേടിക്കും, പുതിയത് മേടിക്കുക, നല്ല ഉറപ്പുള്ളത് നോക്കി മേടിക്കുക. 2 ലെയറിലാണ് നമ്മൾ നീഡിൽ ത്രെഡ് കോർത്തെടുക്കുന്നത്. ഇനി ഇത് സെറി ത്രെഡാണ്. ഇത് നമുക്ക് ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയും അതിൻ്റെ ബ്ലൗസ് ഡിസൈനൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ സെറി ത്രെഡാണ്. ഇതിനധികം റേറ്റ് ഒന്നും വരുന്നില്ല, 10 രൂപ 20 രൂപയൊക്കെ റേറ്റ് ഉള്ളൂ. ഇതിൻ്റെ സിൽവർ കളറും കോപ്പർ ഷെയ്ഡും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് മെറ്റീരിയലിൻ്റെ അതിൽ വരുന്ന ഡിസൈൻ അനുസരിച്ച് നമുക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നതാണ്. ആരി വർക്കിന് നോർമലി ഇതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നോർമൽ നീഡിൽ വെച്ച് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആവശ്യമുള്ളത് മറ്റേ സ്യൂയിങ് ത്രെഡാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മെയിൻ കുർത്തിയിലൊക്കെയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഇങ്ങനത്തെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആങ്കർ ത്രെഡാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ഏരോ മാർക്ക് കാണാം. ആ ഭാഗത്ത് വരുന്ന ത്രെഡ് പിടിച്ച് നിങ്ങൾക്ക് വലിക്കുകയാണെങ്കിൽ ഇത് കെട്ട് കൊടുക്കാതെ നിങ്ങൾക്ക് നീറ്റായിട്ട് നൂല് കിട്ടും. ചിലർക്കൊരു കംപ്ലൈൻ്റ് ആണ്, കുറച്ച് നൂല് എടുത്ത് വരുമ്പോൾ കെട്ട് കുടുങ്ങി നാശമായി പോകുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഏരോ മാർക്ക് ഭാഗത്ത് വരുന്ന ആ ത്രെഡ് പിടിച്ച് വലിക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ത്രെഡ് സ്റ്റോക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. അത് ആങ്കർ ത്രെഡ് പ്രത്യേകിച്ച് ഉപയോഗിക്കുക. മറ്റുള്ള ത്രെഡൊക്കെ എനിക്ക് ഇങ്ങനെ കളർ പോയിട്ടുള്ള അനുഭവം ഉണ്ട്. ഇത് ത്രെഡ് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഗ്ലേസിംഗ് ഉള്ള ത്രെഡുമാണ്, നമുക്ക് കുറേ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതുപോലത്തെ പെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ വൈറ്റും ഡാർക്ക് കളറും ഒരെണ്ണം ഉണ്ടാവണം നല്ലതാണ്. വൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാർക്ക് കളറിലൊക്കെ വരയ്ക്കാം. ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് കളേഴ്സിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ വേറെയുള്ള പെൻസിൽസൊക്കെ അവൈലബിൾ ആണ്. വരച്ച് കഴിഞ്ഞിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതും അതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നൊക്കെ പെൻസിൽസ് അവൈലബിൾ ആണ്. ഞാനിതൊന്നും വരെ യൂസ് ചെയ്തിട്ടില്ല, വാങ്ങിയിട്ടില്ല. ഇനിയൊക്കെ ഒന്ന് വാങ്ങി നോക്കണം എന്നുണ്ട്. പക്ഷെ ബിഗിനേഴ്സിന് പറ്റിയൊരു കിറ്റാണ് കേട്ടോ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പെൻസിൽ നിങ്ങളടുത്ത് ഉണ്ടാകും. ഇനി ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നോർമൽസ് ഇതുപോലെ നമ്മുടെ ടൈലറിങ്ങിൻ്റെ മാർക്കിംഗ് ചോക്കായാലും നമുക്ക് മതി.
പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനം ഇതുപോലത്തെ ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. ബ്ലൗസിലും കുർത്തിയിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റൗണ്ടൊക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വരച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും വരയ്ക്കാൻ വേണ്ടി ഇതുപോലൊരു ഐറ്റം ഒരു സ്കെയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഡിസൈനൊക്കെ വരച്ചെടുക്കാറ്. ഇതിൽ ഇഞ്ചസും വരുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കെയിലാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ബ്ലൗസിലെ സ്ലീവ് ഒക്കെ ഞാൻ മാർക്ക് ചെയ്യാറ്. അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുള്ള നല്ലതാണ്. ഇനി അങ്ങനത്തെ സ്കെയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് അത്യാവശ്യം ഉറപ്പുള്ള സ്കെയിലായതുകൊണ്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നുപോയി. നമ്മൾ ആങ്കർ ത്രെഡൊക്കെ തുന്നാൻ യൂസ് ചെയ്യുന്ന നീഡിലാണത്. ഇനി പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു സിസർ വേണം നിങ്ങൾക്ക്. അത്യാവശ്യം കട്ട് ചെയ്തെടുക്കാനൊക്കെ ഇതുപോലത്തെ ഒരു കത്രിക ഉള്ളത് നല്ലതാണ്. ഇതിന് കുറച്ച് റേറ്റേ ഉള്ളൂ കേട്ടോ, 20 രൂപ റേറ്റൊക്കെ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഗമ്മിലേക്ക് അടക്കാം. ഈ 2 ഗമ്മാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, ഫെവിക്രിലും B7000. ചിലരൊക്കെ പറയാറുണ്ട് B7000 അധികം നല്ല ഗമ്മല്ല, പക്ഷെ എനിക്കിതൊരു അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരുപാട് ബ്രൈഡൽ ബ്ലൗസൊക്കെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക്. അപ്പോഴൊക്കെ ഞാൻ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ നോർമൽ നീഡിൽ വർക്കിൽ ഏറ്റവും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ ഫെവിക്രിലിൻ്റെ ഗമ്മുമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ വേണ്ട എനിക്ക് 3 സൈസ് ഫ്രെയിമാണ് എനിക്ക് മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യാറ്. ഒരെണ്ണം ഈ ഒരു സൈസിൽ, രണ്ടാമത്തെ ഇതിൻ്റെ ഇത് 10 ഇഞ്ചാണ് തോന്നുന്നു, മറ്റേത് 5 ഇഞ്ചാണെന്നാണ് എൻ്റെ ഡൗട്ട്. പിന്നെ ഒരെണ്ണം 18 ഇഞ്ചിൻ്റെ. ഈ 3 ഇഞ്ചിലുള്ള ഫ്രെയിമാണ് ഞാൻ ഇപ്പോൾ വർക്ക് തുടങ്ങിയ ടൈം തൊട്ടേ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അതിൽ 18 ഇഞ്ചിൻ്റെ ഫ്രെയിം നമ്മൾ ആരി കോട്ടിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു ഫ്രെയിം നിങ്ങൾ എപ്പോഴും വലിയ ബ്ലൗസ് ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ഇതിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അത് ഈ തുണിയിൽ ഫ്രെയിമിലിട്ടിട്ട് വലിക്കുമ്പോൾ ചിലപ്പോൾ തുണിയൊക്കെ ഒന്ന് പിന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണിത്. ആദ്യം ഒരു തുണി ചുറ്റിയെടുക്കും, ഒട്ടിക്കും ഫ്രെയിമിൽ. എന്നിട്ട് തുണി ചുറ്റിയെടുക്കും, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പേപ്പറിൻ്റെ സെല്ലോ ടേപ്പും കൂടി ഒട്ടിച്ചെടുക്കും. അപ്പോൾ ഞാനിത് ചെയ്യുന്ന ടൈമിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതാണ് ഉണ്ടായത്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൽ ഇതേപോലെ ഞാൻ ആദ്യം ഒരു നമ്മുടെ വുഡൻ്റെ ഫ്രെയിമിൽ നമ്മൾ ആദ്യം ഗമ്മ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു തുണി ക്രോസ് പീസ് പോലെ ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ ഈ പേപ്പറിൻ്റെ സെല്ലോ ടേപ്പും കൂടി ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രെയിമിൽ നമ്മൾ തുണി ഇട്ടാലൊന്നും ആ തുണിക്ക് കംപ്ലൈൻ്റ് ഒന്നും വരില്ല കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ വർക്ക് നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതുപോലുള്ള കുന്തൻ സ്റ്റോൺസ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇതിൻ്റെ പല ഷേപ്പ് അവൈലബിൾ ആണ്, സ്ക്വയർ, റൗണ്ട്, ഓവൽ ഷേപ്പ്, റെയിൻ ഡ്രോപ്പിൻ്റെ ഷേപ്പ്, പിന്നെ അങ്ങനെ ഒരുപാട് ഷേപ്പുകൾ ഇതിൽ ഇപ്പോൾ അടുത്തായിട്ട് ഞാനും കണ്ടപ്പോൾ ലവ് ഷേപ്പ്, പിന്നെ മറ്റേ അമ്പിളിമാമൻ്റെ ഷേപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഷേപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് ബീഡ്സിൻ്റെ ചെയിന്. ഈ ചെയിൻ യൂസ് ചെയ്ത് ഞാൻ അങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല. പെട്ടെന്നൊക്കെ അധികം റേറ്റ് ഇല്ലാത്തൊരു വർക്ക് വേണമെന്നൊക്കെ പറയുന്നവർക്കൊക്കെയാണ് അത് നമ്മൾ ചെയ്യാറുള്ളൂ. പിന്നെ ഇതുപോലുള്ള പാക്കറ്റ് ബീഡ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുകയാണെങ്കിൽ ഒരുപാടുണ്ട് പരിചയപ്പെടുത്താൻ. അപ്പോൾ നമ്മൾ വേറെ വീഡിയോയിൽ അത് കാണിക്കാം. അപ്പോൾ സാമ്പിളായിട്ട് ഞാൻ കുറച്ച് കാണിച്ചതാണ് കട്ട് ബീഡ്സും അതുപോലെ കളറിലുള്ള കട്ട് ബീഡ്സും ആൻറ്റിക് ഷെയ്ഡിൽ അങ്ങനെ ഒരുപാട് കട്ട് ബീഡ്സ് നമുക്ക് ഇതുപോലെ ആവശ്യമാണ്. ഇനി നമുക്ക് ഞാൻ പറയുന്നത് എൻ്റെ ആരിക്കോട്ടാണ്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് ഭയങ്കര സൂമായി പോയി. അപ്പോൾ ആരിക്കോട്ടിൻ്റെ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ഒരു ഇതാണ് വരുന്നത്. ഇതെനിക്ക് ആ കോട്ടും പിന്നെ അതിൻ്റെ മേലെ ഫ്രെയിമും കൂടിയിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് ഞാൻ കോട്ട് വെച്ചിട്ട് ഈ ഫ്രെയിം അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാറുള്ളത്. അത് 18 ഇഞ്ചിൻ്റെ ഫ്രെയിം. അപ്പോൾ ചില ടൈമിൽ ഞാൻ കയ്യിൽ പിടിച്ച്, നോർമൽ നീഡിലാകുമ്പോൾ നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് ഫ്രെയിം മാത്രം കയ്യിൽ പിടിച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മേലെ ഇതുപോലെ വർക്ക് മാർക്ക് ചെയ്ത തുണിയൊക്കെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറ്. കയ്യിൽ വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. മറ്റേ 2 ഫ്രെയിമും ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും യൂസ്ഫുൾ ആണ്. പിന്നെ എപ്പോഴും മേടിക്കുമ്പോൾ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ലെഗൊക്കെ ഉള്ള ആരിക്കോട്ട് നിങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എന്താ പറയുക വെച്ചാൽ ഇനി എങ്ങനെ ഇതിൽ ഫ്രെയിം ഫിറ്റ് ചെയ്യണം, ഫ്രെയിമിൽ എങ്ങനെ ക്ലോത്ത് ഫിറ്റ് ചെയ്യണം എന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ നമ്മൾ ഒരു തുണി നിവർത്തിയിടുക. അതിന് ശേഷം അതിൻ്റെ അടിയിൽ നമ്മുടെ ഈ ഫ്രെയിം നമ്മൾ 2ആയിട്ട് എടുത്തിട്ട് അതിൽ സ്ക്രൂ വരാത്ത ഭാഗം ഉണ്ടല്ലോ, സ്ക്രൂ ഇല്ലാത്ത ആ റൗണ്ട് റിങ് നമ്മൾ തുണിയുടെ അടിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം മേൽഭാഗത്ത്
ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മേൽഭാഗത്ത് നമ്മൾ സ്ക്രൂ ഉള്ള ഫ്രെയിം വെച്ച് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം ഈ സ്ക്രൂ വരാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ചിലപ്പോൾ നിങ്ങളിങ്ങനെ നോർമൽ നീഡിലൊക്കെ വെച്ച് കയ്യിൽ വെച്ച് തുന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങും. സ്റ്റാൻഡിൽ വെക്കുമ്പോൾ പ്രശ്നമില്ല കേട്ടോ. അപ്പോഴും നിങ്ങൾ തുന്നുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ സ്ക്രൂ വരുന്നത് നിങ്ങൾ വെക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ തുണി വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം. നിങ്ങൾ നോർമൽ ഒരു വുഡൻ ഫ്രെയിമിൽ ജസ്റ്റ് തുണിയിട്ട് വലിച്ചു കൊടുക്കുക. എന്തായാലും തുണി അത്യാവശ്യം പിന്നി പോവും. ചില തുണിക്കൊന്നും പ്രശ്നമില്ല, ഒരുവിധം തുണികളൊക്കെ പിന്നി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെച്ചതിന് ശേഷം ഇങ്ങനെ വലിച്ചെടുക്കുക. വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇതുപോലെ നിങ്ങളൊരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് സൈഡ് പോലെ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. കുറച്ച് വലിച്ചതിൻ്റെ ശേഷം സ്ക്രൂ ടൈറ്റാക്കി കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിത് ഫ്രെയിമിൽ ക്ലോത്ത് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ചെയ്യുമ്പോൾ ഇത് സാവധാനം ചെയ്യുക. നമ്മൾ മറ്റുള്ളവരുടെ മെറ്റീരിയലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത്രയും കെയറും ഇതൊക്കെ കൊടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നല്ല തുണിയൊക്കെ അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് വരെ കൊണ്ട് ചെന്നാൽ ഇത് അത്യാവശ്യം നമുക്ക് ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ എന്നിട്ട് സ്ക്രൂ ഇങ്ങനെ മുറുക്കി കൊടുക്കുക. കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് ഇത് ടൈറ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ടെമ്പറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ടൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് വലിച്ചു കൊടുക്കുക. നമുക്ക് ഡിസൈൻ ഏത് ഭാഗത്താണ് വേണ്ടത് ആ ഭാഗത്ത് അങ്ങനെ വലിച്ചു കൊടുക്കുക. ഇപ്പോൾ നോക്കൂ, ഇതുപോലെ അങ്ങനെ ടൈറ്റായി കൊടുക്കുമ്പോൾ ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ ടൈറ്റ് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്കിത് ആദ്യം ഡിസൈൻ വരച്ചതിന് ശേഷം ഇതിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ആ റൗണ്ട് ഷേപ്പിലുള്ള സാധനം ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഇതുപോലെയാണ് നമ്മൾ റൗണ്ടൊക്കെ വരച്ച് കൊടുക്കുന്നത്. ഇതുപോലെ പെൻസിൽ വെച്ച് നിങ്ങൾക്ക് ബുള്ളിയൻ നോട്ട് അങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ള റൗണ്ടൊക്കെ നമുക്ക് ഇതുകൊണ്ട് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് മടി കൂടാതെ കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.